നമസ്കാരം ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ സ്വന്തം ശ്രീലേഖ IPS എന്താണ് പറ്റിയത്? ഇപ്പം അടുത്തായിട്ട് ഏകദേശം ഒരു 3-4 മാസത്തിനുള്ളിൽ അവർ വായി തുറന്ന് പറഞ്ഞതെല്ലാം കോൺട്രവേഴ്സി ആയിട്ടുണ്ട്. അതായത് നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഇവരെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥ. അതായത് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി അല്ലെങ്കിൽ പണ്ട് മുതലേ കണ്ടുവരുന്നത് പുരുഷ മേധാവിത്വമുള്ളൊരു മേഖലയാണ് പോലീസ്. അവിടെ സ്ത്രീകൾ ഉണ്ടാവാറുണ്ട് അത്യാവശ്യം ഒരു റാങ്ക് വരെ. പക്ഷേ ഒരു DGP തസ്തികയിലേക്ക് എത്തിയിട്ടുള്ള വളരെ ചുരുക്കം പേരിൽ ഒരു വളരെ മികച്ച ഒരു ആളാണ് നമ്മുടെ ശ്രീലേഖ IPS. അപ്പോൾ കുറച്ചായിട്ട് ഇവരെ എല്ലാ കാര്യങ്ങളും ചെന്നെത്തുന്നത് കോൺട്രവേഴ്സിയിലാണ്. കുറച്ച് മുമ്പ് എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും, പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിജി ഇവിടെ വന്നപ്പോൾ, തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇവരെന്തോ പേര് വിളിച്ചിട്ടില്ല എന്നോ ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ ദേഷ്യം പിടിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു സീന് അത് കണ്ടിട്ടുണ്ടാവില്ലേ. ഇന്ന് ഇവരെ ഈ ടോപ്പിക് എടുത്തിട്ട് സംസാരിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് ഇവർ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവരെ ചെറുകഥകൾ മോഷ്ടിച്ചിട്ടാണ് നമ്മുടെ ഷെയ്ം നിഗത്തിൻ്റെ പടങ്ങളൊക്കെ എടുത്തിട്ടുള്ളതെന്ന്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ ദൃഢം എന്ന് പറഞ്ഞ പടത്തിലാണ് ഇവർ തുടങ്ങുന്നത്. ഈ പടം ഏതൊരു ഷോർട്ട് കഥ മോഷ്ടിച്ചാണ് തുടങ്ങിയതെന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ മുന്നേ ഉള്ളൊരു പടവും മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. ഇവർ ലൈം ലൈറ്റിലേക്ക് വരാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർ പൊതുജന ശ്രദ്ധ എന്നിലേക്ക് വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് കരുതിക്കൂട്ടി അങ്ങനെയല്ലേ 2 തരത്തിൽ ആൾക്കാർ ഏറിപ്പോവും. ഒന്ന് അറിയാതെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട്, അതായത് അവർ അറിയാതെ പറ്റിപ്പോകുന്നത്. രണ്ടാമത്തെ വിഷയമാണ് ഇവരുടെ കേസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അറിഞ്ഞുകൊണ്ട് പൊതുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുക, അത് എന്തിനാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഈ ഹൈ ഒഫീഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു തസ്തികയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് താഴോട്ടേക്ക് വരുമ്പോൾ, അതായത് ഇപ്പോൾ ഇവരെ കേസ് പറഞ്ഞില്ല, ഇവർ DGP ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ വലിയ ഗവൺമെൻറ് പോസ്റ്റ് അല്ലെങ്കിൽ വലിയ തസ്തിക, ഒരു പ്രൈവറ്റ് കമ്പനിയിലായാലും ഒരു വലിയ പോസ്റ്റിലൊക്കെ ഇരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം അവർക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവർ ഇന്നെഫിഷ്യൻ്റ് ആയതുകൊണ്ടുമല്ല, നമ്മുടെ നാട്ടിലെ ഒരു ചട്ടക്കൂട്, ഒരു നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ 60 വയസ്സാകുമ്പോൾ റിട്ടയർ ആവണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അവരുടെ താല്പര്യം കൊണ്ടല്ലാതെ അവർ നിയമപ്രകാരമായിട്ടുള്ള റിട്ടയർമെൻറ്റ് സമയമായി. പക്ഷേ അവർ ആ മാനസികമായിട്ട് ആ ഒരു പൊസിഷനിൽ നിന്നോ, അല്ലെങ്കിൽ അവർ സോ കോൾഡ് താനെന്തോ വലിയൊരു സംഭവമാണെന്ന് അവർ തന്നെ മനസ്സിലാക്കി വെച്ചിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇവർ ഒന്ന് കഴിഞ്ഞ് നമ്മൾ പറയില്ല, ചില ആൾക്കാരെ കൊക്കയും കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ മീൻസ് എല്ലാ റോഡിലൂടെ പോകുന്ന വള്ളി തോട്ടം ഇത് വലിച്ച് പിടിക്കാമെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കേസാണ് നമ്മുടെ മാഡത്തിൻ്റെ കേസ്. ഇപ്പോൾ തൃശ്ശൂർ ഒരു എക്സാമ്പിൾ പറയുന്നത്, തൃശ്ശൂർ ഒരു അപകടം ഉണ്ടായി. ഓക്കെ, അപ്പോൾ പല ആൾക്കും പല അഭിപ്രായം ഉണ്ടാവും. ഇവർ അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ വളരെ ഇതായിട്ട് ക്ലിയറായിട്ട് പറയുകയാണ്, ഇതൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ ഈ വെടിമരുന്നും ഇതൊക്കെ പൊട്ടിച്ച് കത്തിച്ച് തീർക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ എയർ പൊല്യൂഷൻ അല്ലേ, വായു മലിനീകരണമല്ലേ? ഈ ആനയെ പോലെയുള്ള മൃഗങ്ങളെയൊക്കെ നാട്ടിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇതെന്തിനാ ഉത്സവത്തിന് ഇവരെയൊക്കെ ഇറക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പൊതുജന വികാരത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പല ആൾക്കും പല അഭിപ്രായം ഉണ്ടാവും, ഇല്ലയെന്നല്ല. ഇപ്പോൾ അവർ പറയുന്നതിൽ ശരിയും ഉണ്ടാകാം. പക്ഷേ ഇവരുദ്ദേശിക്കുന്നത് ജനങ്ങൾ എന്നെ ആകർഷിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരേ ഒരു ഐഡിയ വെച്ചുകൊണ്ട്, ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് BJPയിലാണ്. അങ്ങനെ ഒരു കൂട്ടർ വേറെ വിഷയം പറയുന്നുണ്ട്, ഞാനത് ഒരിക്കലും പേഴ്സണലി ഞാൻ അംഗീകരിക്കുന്നില്ല. ഒരു കൂട്ടർ പറയുന്നത് ഇവർ BJPയിൽ ചേർന്നതിന് ശേഷം, ആ പാർട്ടിയിൽ എത്തിയതിന് ശേഷം അതിലെ പല നേതാക്കളെയും പോലെ ഇവരെയും കിളി പോയിട്ടാണ് ഉള്ളത്. അതായത്
പിന്നെ അന്തവും കുന്തവും ഇല്ലാണ്ടാണ് സംസാരിക്കുന്നതെന്ന് ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ പറയുന്നത് കേട്ടു. നമ്മുടെ ഇതിന് മുന്നേ ഒരാൾ പെട്രോളിന് വില കൂടിയപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഇത്ര കൂടിയിട്ടും കേരളത്തിൽ അത്ര കൂടിയിട്ടില്ല, അതിൻ്റെ തോതനുസരിച്ച് കേരളത്തിൽ കുറഞ്ഞിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ മലക്കം പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ പോലെയൊക്കെയാണ് എന്നൊക്കെ വേണ്ടല്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. തമ്മിൽ ബന്ധമില്ലാതെ വിരോധാഭാസമായി സംസാരിക്കുക എന്നുള്ളത് ഈ പാർട്ടിയിലെത്തിയതിന് ശേഷം ഇവർക്ക് തോന്നിയ ഒരു വിഷയമായിട്ട് ഒരാൾ പറയുന്നത് കേട്ടു. അപ്പോൾ അത് എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഈ മാഡത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു നോക്കുമ്പോൾ അവരെ കോൺട്രവേഴ്സി ഒന്നും രണ്ടൊന്നുമില്ല, ഒരുപാട് കേസുകളുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ ഈ വർഷം തന്നെ ഇവർ പെട്ടിട്ടുള്ള കോൺട്രവേഴ്സികളുടെ കേസുകൾ എടുത്താൽ അതൊന്ന് ജസ്റ്റ് ഇപ്പോൾ ഒരു വാർത്തയിൽ നോക്കിയപ്പോൾ കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവർ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലറായപ്പോഴാണ് ലൈം ലൈറ്റിലേക്ക് വന്നത്. BJP ചേർന്നതിന് ശേഷമാണ് ഇത്രയും കോൺട്രവേഴ്സി പെട്ടത്. അതിൻ്റെ മുന്നേയും ആൾ സ്മാർട്ടായിരുന്നു. അപ്പോൾ ഇവർ 2026 ഫെബ്രുവരിയിലൊരു കേസിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ആ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ലൈസൻസ് ഇല്ലാണ്ട് സംസാരിച്ചിട്ട് ഒരു കേസിൽ, ഒരു പ്രസിദ്ധമായ ഒരു കുപ്രസിദ്ധി നേടിയൊരു കേസിൽ പിന്നെ അതിലുള്ള ഇൻവോൾവ് ആയിട്ടുള്ള മൈനർ, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരും വിവരങ്ങളൊക്കെ അത് എങ്ങനെ അതിൻ്റെ ഒരു കേസ് എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിനൊക്കെ അറിയായിരിക്കാം. പക്ഷേ ഒരിക്കലും നമ്മൾ കേസിലുള്ള ഒരാളുടെ പേരൊന്നും പിന്നെ ഒരു മൈനറായിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകിച്ചിട്ട് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള, കോടതിയിൽ കേസിലിരിക്കുന്ന സംഭവങ്ങളുണ്ടെന്ന് അങ്ങനെ വിളിച്ച് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു പോലീസ് ഓഫീസർ, അതിലും പ്രത്യേകിച്ച് ഒരു IPS ഇത്രയും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്രയും നോൺസെൻസ് ആയിക്കൊണ്ട് ഒരു മൈനറായിട്ടുള്ള കുട്ടികളുടെയൊക്കെ വിവരങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ 2026 ഫെബ്രുവരിയിൽ ഇവർക്കെതിരെ ദ മ്യൂസിയം പോലീസ് ഇൻ തിരുവനന്തപുരം രജിസ്റ്റേർഡ് ആൻ FIR അഗെയിൻസ്റ്റ് ഹർ അണ്ടർ ദ ഒരു ആക്ട് പ്രകാരം ആൻഡ് ദ ഭാരതീയ ന്യായ സംഹിത. ദിസ് കെയിം ആഫ്റ്റർ എ കോർട്ട് ഓർഡർ പ്രോബ് ഇൻ ടു കംപ്ലയിൻറ്റ്സ് ആൻഡ് ഹർ യൂട്യൂബ് ചാനൽ വീഡിയോസ് റിവീൽഡ്. അതായത് ഈ മാഡത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഇനി ചിലപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ആൾക്കാരൊന്നും കാണാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ തള്ളിക്കയറി കണ്ടിട്ടുള്ള ഒരു പ്രഹസനമൊന്നും അറിയില്ല, പറയാൻ പറ്റില്ല, മനുഷ്യന്മാരല്ലേ. ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും ഒരു യൂട്യൂബ് ചാനൽ വിജയിപ്പിക്കണം എന്നുള്ള. അതിൻ്റെ ഭാഗമായിട്ട് ആണോന്നും പറയാൻ പറ്റില്ല, അതും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ കിളിരൂർ, കവിയൂർ 2 കേസുകളിലെ പ്രതികളുടെയൊക്കെ പേര് വിവരങ്ങൾ പുറത്തു വിട്ടു. അതിൻ്റെ പേരിലൊരു കേസ് ഇവർക്ക് ഫസ്റ്റ് വന്നു. ചിന്തിക്കണേ, ഇവർ ഏത് പൊസിഷനിൽ നിന്ന് റിട്ടയർ ആയ ആളാണ്, എന്നിട്ട് ഇവർ കാണിച്ചിരിക്കുന്നത് എന്താണ്? നേരെ ഓപ്പോസിറ്റ് കേസാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിലേക്ക് എടുത്തു. ഇതൊക്കെ ഈ വർഷം നടന്ന കാര്യങ്ങളാണ്. ഇവരുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കോമഡിയാണ്. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് തന്നെ തിരഞ്ഞെടുത്തത്. ഇവർ ഇന്നീ പറഞ്ഞ ഷൈനികത്തിനെതിരെ പറഞ്ഞ കാര്യമൊക്കെ വളരെ ചെറുതാണ്. എൻ്റെ ചെറുകഥ മോഷ്ടിച്ചെന്നാണ്. അതിലും വലിയ നോൺസെൻസുകൾ പറയുകയും പറഞ്ഞ പോലെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ള വേറെ കേസുകളുണ്ട്. ഓക്കെ, ഇനി ഇത് ഫെബ്രുവരി നടന്ന കാര്യം. ഇനി മാർച്ചിലേക്ക് വരാം. 2026 മാർച്ചിൽ അസംബ്ലി ടിക്കറ്റ് ആൻഡ് ലീഗൽ ആക്ഷൻ. ശ്രീലേഖ അപ്രോച്ച് ദ കേരള ഹൈക്കോർട്ട് സീക്കിംഗ് ടു quash the case filed against her. During the same period, there were widespread reports that she was being considered as a BJP candidate in the Kerala Assembly election. ഓക്കെ, അത് കോടതിയെ സമീപിച്ച കാര്യമാണ് പറയുന്നത്. ഇനി ഏപ്രിൽ 2 മാസങ്ങൾക്ക് മുന്നേ വട്ടിയൂർക്കാവ് പ്രൊട്ടസ്റ്റിൽ ശ്രീലേഖ വാസ് നെയിംഡ് ആസ് ദ 5th accused in the case related to controversial BJP protest march outside the വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ. അതായത് പോലീസ് സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് ഒരു മാർച്ച് നടക്കുമ്പോൾ പിന്നെ പോടാ പുല്ല പോലീസ് എന്ന് പറഞ്ഞിട്ട് തോന്നിയ മാസം വിളിച്ചിട്ടുണ്ട്. അതായത് പിന്നെ അവർ സ്ലോഗൻസ്, മുദ്രാവാക്യം വിളിച്ചതിൽ പോലീസിനെ തെറി വിളിക്കുന്ന പോലത്തെ രീതിയിലുള്ള സംഭവം വന്നപ്പോൾ ഒരു പോലീസിൽ ഹൈ പൊസിഷനിലിരുന്ന ഒരാൾ തന്നെ, ആ ഹൈ പൊസിഷനിലിരുന്ന ആൾ തന്നെ ഇങ്ങനെ ഒരു കേസ് പിന്നെ പോലീസ് സ്റ്റേഷന് മുന്നിൽ വന്നുകൊണ്ട് തോന്നിയാസം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കേസ് വേറെ വന്നിട്ട് ചിന്തിക്കണം. നമ്മളിപ്പോൾ 2ാമത്തെ കേസാണിത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ജൂൺ ഇപ്പം ഇത് ഈ സൈനികത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞില്ലേ, തൃശ്ശൂർ നമ്മുടെ കേരളത്തിലെ എല്ലാവരെയും വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അവിടെ ഉണ്ടായിരുന്ന ഈ പാറമേക്കാവിലെ പൊട്ടിക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൊട്ടിത്തെറിച്ചതും കുറച്ച് ഒരുപാട് ജീവനുകൾ നഷ്ടമായതൊക്കെ നമ്മൾ കണ്ടിട്ട് വളരെ കേരളത്തിലെല്ലാവരും ഒന്നടങ്കം വിഷമിച്ച് നിന്ന് സങ്കടം കൊണ്ട് നിന്നൊരു സമയത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞില്ലേ, പൊതുജന അഭിപ്രായത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങ്
സംസാരിക്കാം. അതായത് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്, ഈ പൂരത്തിനൊക്കെ എന്തിനാണ് വെടിമരുന്നും ഇതൊക്കെ എന്തിനാണ്, ഇവിടെ എന്തിനാണ് മൃഗങ്ങളെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ട് ഇവരൊരു ഓപ്പോസിറ്റ് കോൺട്രവേഴ്സി സാൽമൺ ഫിഷിനെ പോലെ ഒഴുക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് നീന്തിക്കൊണ്ട് അവരെ എല്ലാവരും ശ്രദ്ധിക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു ഹൈ പൊസിഷനിലൊക്കെ ഇരുന്നിട്ട്, വളരെ ഹൈ പൊസിഷനിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം താഴേക്ക് വന്നപ്പോൾ സാധാരണയായപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരൊരു സാധാരണയായിട്ടുള്ള ഒരു നോർമലായിട്ട് ഒരാളാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ട് അത് അങ്ങനെയല്ല, ഞാൻ സ്പെഷ്യലാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി റിട്ടയർ ആയതിനു ശേഷം അവരെന്താ ചെയ്തു, പാർട്ടി ചേർന്ന പാർട്ടിയിലാണെങ്കിൽ അവർക്ക് വലിയൊരു വിലയൊന്നും കൊടുക്കുന്നില്ല. ഒരു കൗൺസിലർ അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ കാലിബറൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരൊരു MLA ഒക്കെ ആകാൻ പറ്റും അല്ലേ. ഒരു IPS ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ ഒരു MLA ആകുന്നതൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അവരെ ഒരു ലോക്കൽ ലെവലിലേക്ക് ഒരു ലോക്കൽ കൗൺസിലർ ആക്കിയിട്ടാണ് ആ പറഞ്ഞിട്ടുള്ള സ്ഥാപനം അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലും അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. സംഭവം വെച്ചാൽ ഫ്രസ്ട്രേഷനാണ് സംഭവം മെയിനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലത്തെ ഈഗോ, ഇൻഫീരിയോറിറ്റി, ഞാൻ ചെറുതായി പോകുന്നോ, അല്ലെങ്കിൽ ഇത്രയും ഹൈ പൊസിഷനിൽ DGP ആയിരുന്ന ഞാൻ ഇങ്ങനെ സമൂഹത്തിൽ ചെറുതായി പോകുന്ന ആൾക്കാർ എന്നെ വില വെക്കുന്നില്ലേ, എനിക്ക് ബഹുമാനം കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതിൽ ഇവരങ്ങ് അടിച്ചു തെളിക്കുക, എന്താ കിട്ടുന്ന കേസ് എടുക്കട്ടെ എന്നല്ല. ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പം പറഞ്ഞിരിക്കുന്ന കേസ് എന്ന് വെച്ചാൽ ശ്രീലേഖ അക്യൂസ്ഡ് ദ ക്രിയേറ്റേഴ്സ് ഓഫ് മലയാളം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ദൃഢം ആൻഡ് അക്ലെയിംഡ് ഫിലിം ഭൂതകാലം of lifting their core stories from her originally published work. She claimed in the film Mirror short story Karingudi police station and experience shared on her YouTube channel. Perspective both film directors deny the. അതായത് ഇവർ പറയുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തരം. ഇവരെ ഒരു ചെറുകഥ അത് ഇവർ സിനിമയാക്കി. എടോ, ഏതെങ്കിലുമൊക്കെ ചെറുകഥയും കാര്യങ്ങളൊക്കെ ഏത് സിനിമയിൽ ഇപ്പോൾ ഞാൻ ഒരു സിനിമ ദൃശ്യം, ഓക്കെ, ദൃശ്യത്തിൻ്റെ ഐഡിയ ഞാൻ ഒരു ചെറുകഥ എഴുതിന്. ഒരു വീട്ടിലൊരു കൊലപാതകം നടക്കുന്നു, അയാളെ കുഴിച്ചു മൂടുന്നു, ഞാൻ ഒരു പാരഗ്രാഫിൽ ഒരു കഥ എഴുതി. ആ കഥ ആണോ ദൃശ്യമായിട്ട് 3 മണിക്കൂർ ഇത്രയും ഡെവലപ്ഡ് ആയിട്ട് സംവിധായകൻ എടുത്തിരിക്കുന്നത്? അല്ല. എനിക്കൊരു ആശയം ഉണ്ടാകാം, അല്ല ആ ആശയം തന്നെ സംവിധായകൻ അത്രയും ഡെവലപ്ഡ് ആക്കി അത്രയും വർക്ക് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സൃഷ്ടിയായി മാറി. ഇതിനൊക്കെ എന്ത് കോപ്പിറൈറ്റാണ്? ചുമ്മാ ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ രാത്രി സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞ പോലത്തെ കേസാണ്. അപ്പോൾ അതാണ് കേസ്. ഇനിയിപ്പോൾ അവരുടെ ഈ വാർത്ത നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കറക്റ്റ് അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, കഥ മോഷ്ടിച്ചതാണ് എന്ന് ഗുരുതര ആരോപണവുമായി BJP കൗൺസിലറും മുൻ DGPയുമായ R. ശ്രീലേഖ. ദൃഢം, ഭൂതകാലം എന്നീ സിനിമകൾക്കെതിരെയാണ് ആരോപണം. തന്റെ ചെറുകഥ മോഷ്ടിച്ചതാണ് ദൃഢത്തിന്റെ മൂലകഥയെന്നും ഭൂതകാലം മോഷ്ടിച്ചത് തന്റെ ഭൂതഭവനം എന്ന കഥയിൽ നിന്നാണ് അവകാശവാദം. 2 കഥകളുടെയും YouTube ലിങ്കുകളും ഫേസ്ബുക്ക് വഴി ശ്രീലേഖ പുറത്തുവിട്ടിട്ടുണ്ട്. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, അതുമായി ബന്ധപ്പെട്ട ലിങ്കുകളും ശ്രീലേഖ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വായിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് യാദൃശ്ചികമായ ദൃഢം കണ്ടപ്പോഴാണ് ഈ സംശയം തനിക്ക് ഉണ്ടായത് എന്നും ശ്രീലേഖ പറയുന്നു. ഈ 2 സിനിമകളുടെയും ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഷെയ്ൻ നിഗം ആണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഷെയ്ൻ നിഗം കാണാൻ പോലും പഴയ തന്റെ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥരെ പോലെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച ഫോട്ടോ അടക്കമാണ് പങ്കുവച്ചിരിക്കുന്നത്. അതെന്ത് മാനസിക പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഷെയ്ൻ നിഗം കാണാൻ എൻ്റെ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനെ പോലെയാണ്, അതുകൊണ്ട് ഈ പടത്തിൻ്റെ കഥ മോഷ്ടിച്ചാണെന്ന് ഞാൻ പറയുന്നു. എൻ്റെ യൂട്യൂബിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കിൽ യൂട്യൂബിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണമെന്ന്. എന്താ ഉദ്ദേശിച്ചത്? ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായി ആരംഭിച്ചുകൊണ്ട് ആ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ അനുഭവകഥകൾ അടക്കം പുറത്തുവിട്ടിരുന്ന ആൾ കൂടിയായിരുന്നു ആ ശ്രീലേഖ. ഇപ്പോൾ യൂട്യൂബിന്റെ പ്രൊമോഷനാണ് മുമ്പ് പുറത്തുവിട്ട ഒരു കഥയടക്കം അതിന്റെ മോഷണം അടക്കം നടന്നിട്ടുണ്ട്. ആ 2 സിനിമകൾ തന്റെ 2 കഥകളിൽ നിന്ന് ഒരു അനുഭവകഥയും തന്റെ ഒരു ചെറുകഥയിൽ നിന്നും മോഷ്ടിച്ചതാണ് എന്നുള്ള ആരോപണമായിട്ടാണ് ഇപ്പോൾ ശ്രീലേഖ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പുതിയ സിനിമ, അതായത് ഷെയ്ൻ നിഗം നായകനായിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടി OTTയിൽ റിലീസ് ചെയ്ത സിനിമയാണ് ദൃഢം എന്ന് പറയുന്നത്. ദൃഢത്തിന്റെ മൂലകഥ എന്ന് പറയുന്നത് തന്റെ ചെറുകഥയിൽ നിന്ന് മോഷ്ടിച്ചതാണ് എന്നുള്ള ആരോപണമാണ് അവർ. ഇതിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ സംഭവം ചെയ്യുമ്പോൾ പറയുന്നത് എൻ്റെ തിരക്കഥ മോഷ്ടിച്ചു. എനിക്കിതിൽ ഏറ്റവും ഇതായിട്ട് തോന്നിയത് തിരക്കഥ മോഷ്ടിച്ചു, ഓക്കെ, എൻ്റെ ചെറുകഥ ഇവർ തിരക്കഥയാക്കി മാറ്റി. ശരി, ഈ നടൻ ഈ ഷെയ്ൻ നിഗം എൻ്റെ ജൂനിയർ ഓഫീസറിൻ്റെ കട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? 1 കിലോ മാങ്ങക്ക് എത്രയാണ് വില എന്ന് ചോദിച്ചാൽ ചക്ക 2 എടുത്തോന്ന് പറയുന്ന പോലെയല്ലേ. എന്ത് ബന്ധമുള്ളത്? നിങ്ങളുടെ ജൂനിയർ ഓഫീസറുമായിട്ട് ഷെയ്ൻ നിഗത്തിനൊരു കട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ കഥ മോഷ്ടിച്ചാണെന്നോ?
ഇനി ആ കഥയുടെ ലിങ്ക് ഇതിലേക്ക് ഇട്ടിട്ട് എന്താ കാര്യമുള്ളത്? ഞാൻ പറഞ്ഞില്ല, ഇവരെ പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ അത് ഇത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. ഇതെൻ്റെ ഒരു നിഗമനം, എൻ്റെ ഒരു നമ്മുടെ അസംഷനാണ്. നമ്മുടെ ഒരു അഭിപ്രായം പറയാമല്ലോ നമുക്ക്. അഭിപ്രായം, മാന്യമായിട്ടുള്ള അഭിപ്രായം പറയാം. അത് ആരും ഹേർട്ട് ചെയ്യാമെന്നല്ല പറയുന്നത്. അതായത് ഒരു പ്രായം, ഒരു 60 വയസ്സ് പറഞ്ഞത് വലിയൊരു പ്രായമൊന്നുമല്ല, പക്ഷേ പറയാം 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള സോഡിയം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു എലിമെൻറ്റ്, സോഡിയത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം. കാരണം സോഡിയം പിന്നെ നമുക്ക് ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസിനൊക്കെ നല്ലതായിട്ട് ബാധിക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റൊന്നിൻ പ്രേരണയാൽ അതല്ലേ ഇത് എന്ന് പറഞ്ഞ സാധനം, ഉൽപ്രേക്ഷ, അതുപോലെ തന്നെ ഒന്നിനോടൊന്നിന് ഉപമിച്ചാൽ ഉപമയാമത് എന്ന് പറഞ്ഞ പോലെ ഉപമയായിട്ടൊക്കെ തോന്നും. ഇത് ആരുടെയും കുറ്റവും കുറവൊന്നുമല്ല. നമ്മൾ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് സമൂഹത്തിനോ ആൾക്കാർക്കോ എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് കൂടി നോക്കണം. നമ്മൾ ഇപ്പം ഞാൻ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് സംസാരിക്കാനുള്ള കാരണം തന്നെ, നമ്മൾ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ ഇത്രയും വലിയൊരു പോസ്റ്റിലിരുന്ന് ഒരു DGP ഒക്കെ ആയി റിട്ടയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള കാലഘട്ടം ഈ പറഞ്ഞ പോലെ ഒന്നിക്കലും അവർക്ക് റിലാക്സ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാം. ഇനി സമൂഹത്തെ സേവിക്കുക എന്ന ഉദ്ദേശത്തിലാണ് പൊളിറ്റിക്സിലും കാര്യത്തിലൊക്കെ വന്നതെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, ഈ പറഞ്ഞ പോലെ നോൺസെൻസ് ആവാതെ, ചെറിയ ഈ പറഞ്ഞ പോലെ എൻ്റെ ചെറുകഥ മോഷ്ടിച്ചാണ് സിനിമ എടുത്തത് എന്നൊക്കെ പറഞ്ഞ ബാലിശമായ ആരോപണങ്ങളൊന്നും ഉന്നയിക്കാതെ, ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്താതെ, നമ്മുടെ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഈ തൃശ്ശൂർ പൂരമായിട്ടുണ്ട് അപകടമായി ബന്ധപ്പെട്ട് ഇവരുടെ അഭിപ്രായം പറഞ്ഞ പോലെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പം അങ്ങനെ നമ്മുടെ പിന്നെ സൊസൈറ്റിയിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ വേദനിപ്പിക്കാതെ നമ്മുടെ കൾച്ചർ, സംസ്കാരത്തിന് പിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ള അഭിപ്രായങ്ങൾ പറയാൻ ഈ പറഞ്ഞ പോലെയുള്ള വലിയ നിലയിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പോലെ ആരെയും സമൂഹത്തിലുള്ള ഒരു തരത്തിലുള്ള ആൾക്കാരെയും വേർതിരിച്ച് കാണാതെ എല്ലാവരും ഒരു പിന്നെ അമ്മ പെറ്റ മക്കളെ പോലെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും വർത്തിക്കണം എന്നുള്ള ഒരു അജണ്ട വെച്ചുകൊണ്ട് ഇവരൊക്കെ കുറച്ചും കൂടി ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഒരു സാധാരണ പൗരന നിലയിൽ നമുക്കിതിൽ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഓക്കെ, ജയ് ഹിന്ദ്.